റെസിനാർട്ട് കാണാനും ചെയ്യാനും ഇഷ്ടമുള്ളവരാണല്ലേ എല്ലാവരും. അപ്പോൾ ഞാൻ വാങ്ങിയ കിറ്റിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു നോക്കാം. ഈ ഒരു എപ്പോക്സി റെസിൻ 1:1 റേഷ്യോയിലുള്ളതാണ്. അപ്പോൾ ഓരോ ബ്രാൻഡിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ആ ഒരു റേഷ്യോ കറക്റ്റായിട്ട് നോക്കിയിട്ട് അതുപോലെ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതുപോലെ കുറച്ച് മോൾഡുകൾ ഉണ്ടായിരുന്നു നമുക്ക് കീ ചെയിൻസ് ഉണ്ടാക്കാനുള്ളത്. അതുപോലെ തന്നെ കുട്ടി കുട്ടിയായിട്ടുള്ള ഷേപ്സ് ഉണ്ടായിരുന്നു, പെൻഡൻറ്റ്, അതുപോലെ റിങ്, അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയത് കേട്ടോ. പിന്നെ ഇതുപോലെ ബാങ്കിൾ ഉണ്ടാക്കാനും ഇതുപോലെ ബോൾ ഉണ്ടാക്കാനൊക്കെ ഉള്ള മോൾഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ എക്സ്ട്രാ ആയിട്ട് കുറച്ച് വേറെ മോൾഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഐറ്റം എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വളരെ കുറച്ച് റെസിൻ എടുക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ റെസിൻ മിക്സ് ചെയ്യാനുള്ള ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അതിനായിട്ട് നമുക്ക് ഡിസ്പോസിബിൾ ഗ്ലാസ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം നമുക്കത് ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ ചിലപ്പോൾ നെക്സ്റ്റ് ടൈം യൂസ് ചെയ്യാൻ പറ്റാതാവും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ഇതുപോലെ നമുക്ക് ലോക്ക് ചെയ്തിടാനുള്ളത് ഉണ്ടായിരുന്നു. അത് ഡ്രിൽ ചെയ്യാനുള്ള ഒരു മെഷീനൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഗ്ലിറ്റർ പൗഡറും കുറച്ച് ഡ്രൈഡ് ഫ്ലവേഴ്സും ഉണ്ടായിരുന്നു. ഇത്രയാണ് ഈ ഒരു കിറ്റിൽ ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ വലിയ ഫ്രെയിംസും അതുപോലെ കീ ചെയിൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഔട്ട്ലൈൻ ആയിട്ട് ഒരു ഗോൾഡ് കൊടുക്കില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പെന്ന് അത് എക്സ്ട്രാ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ.